നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വചനഭാഗം ഈശോ ജെറീക്കോയിലേക്ക് പോകുന്ന യാത്രാമധ്യേ നടക്കുന്ന കാര്യമാണ്. കുരുടന് കാഴ്ച കൊടുക്കുന്നതും ജെറീക്കോയുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് സമാന്തര സുവിശേഷങ്ങളായ മത്തായിയുടെയും മർക്കോസിൻ്റെയും ലൂക്കയുടെയും സുവിശേഷങ്ങളിൽ സംഭവം വിവരിക്കുന്നുണ്ട്. അത് മൂന്നും ഒന്നാണ് എന്നാണ് പൊതുവെ പലരും ധരിച്ചു വച്ചിട്ടുള്ളത്. സൂക്ഷ്മതയോടുകൂടി വീക്ഷിച്ച് നോക്കുമ്പോൾ ചില മാറ്റങ്ങൾ അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഈശോ ജെറീക്കോയിലേക്ക് പോകുന്ന വഴി ആണ് ആദ്യത്തേത്. അത് ലൂക്കയുടെ സുവിശേഷത്തിലാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത്. അതാണ്. രണ്ടാമത്തേത് നമ്മൾ വായിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈശോ ജെറീക്കോയിൽ നിന്ന് തിരിച്ചു പോരുമ്പോഴാണ് ആ സംഭവം നടക്കുക. മൂന്നാമത്തേത് സാന്ദർഭികവശാൽ നമ്മൾ നോക്കുമ്പോൾ അത് മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ലൂക്കയുടെയും മർക്കോസിൻ്റെയും സുവിശേഷത്തിൽ ഓരോ അന്ധന്മാരെയാണ് സൗഖ്യപ്പെടുത്തുന്നതെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അത് രണ്ടുപേരെയാണ് സൗഖ്യപ്പെടുത്തുക. അതും ജെറീക്കോയുടെ ആരംഭത്തിലാണ്. അപ്പോൾ സൂക്ഷ്മതയോടുകൂടി വീക്ഷിക്കുമ്പോൾ ഇത് മൂന്നും ഒന്നല്ല എന്ന് ആണ് പൊതുവെ ദൈവശാസ്ത്രജ്ഞന്മാർ ഈ ഇന്നത്തെ കാലത്ത് വിലയിരുത്തുക. ആദ്യകാലങ്ങളിൽ ഇത് മൂന്നും ഒന്നായിരുന്നു, ഇവർ പറഞ്ഞു വന്നപ്പോൾ മാറിപ്പോയതാണ് എന്നൊക്കെയുള്ള ചില ധാരണകളുണ്ടായിരുന്നു. പക്ഷേ ഇന്നത് മൂന്നും മൂന്നായിട്ട് തന്നെയാണ് ദൈവശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തുന്നത്. നമ്മൾ അത് മൂന്നായിട്ട് വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇനി ഒന്ന് തന്നെയാണെങ്കിലും ഇവർ വ്യത്യസ്തമായി പറഞ്ഞത് അവരുടെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമാണ്. 36-ാമത്തെ വചനത്തിൽ അത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവൻ വഴിയരികിൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നവനാണ്. അവൻ്റെ ആവശ്യം പണമാണ്, പണത്തിന് വേണ്ടിയാണ് അവൻ അവിടെ ഇരുന്നത്. വഴിയരികിലിരുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. ജനക്കൂട്ടം സ്വാഭാവികമായും വഴിയരികിലിരിക്കുമ്പോൾ കടന്നു പോവുക സ്വാഭാവികവുമാണ്. അസാധാരണമായ ശബ്ദം കേട്ടതുകൊണ്ട് അവൻ ചോദിക്കുന്നു, എന്താണ് സംഭവിക്കുക? ഈ ചോദ്യം ലൂക്കയുടെ സുവിശേഷത്തിൽ 101-ാമത്തെ ചോദ്യമാണ്. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള അന്വേഷണം അത് മനുഷ്യൻ്റെയൊക്കെ അടിസ്ഥാന ത്വരയുടെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നതാണ്. നമ്മളൊരു യാത്ര പോകുമ്പോൾ ആ യാത്രയിൽ കുറേ പേര് ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മളപ്പം അന്വേഷിക്കും, എന്താ അവിടെ സംഭവം? വല്ല അപകടം പറ്റിയതാണോ, വല്ലതും വേറെ വല്ലതും സംഭവിച്ചതാണോ? ആളുകൾ കൂടിക്കഴിയുമ്പോൾ നമ്മൾ ഉടനെ ചോദിക്കും, എന്താണ് സംഭവിച്ചത്, എന്താണ് സംഭവിക്കുന്നത്? ഈ അന്വേഷണം പലപ്പോഴും സത്യമറിയാനായിട്ടുള്ള വ്യഗ്രതയല്ല, അത് അനുഭവമാകാനായിട്ടുള്ള വ്യഗ്രതയല്ല, അതിൻ്റെ അകത്ത് ഇടപെടാനുള്ള വ്യഗ്രതയല്ല, മറിച്ച് അറിയാനുള്ള ഒരു ത്വര, അറിവിനെ ശമിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ അതിനുണ്ടാകാറുള്ളൂ. ഇവിടെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഈ അന്ധനായ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, എന്താണ് സംഭവിക്കുന്നത് എന്ന്. അപ്പോൾ അവിടെയുള്ള ജനക്കൂട്ടം പറയുന്നു, നസ്രായനായ യേശു കടന്നു പോകുന്നു. ജനക്കൂട്ടം പറഞ്ഞതിലല്ല അവൻ മനസ്സിലാക്കിയത്, അവൻ്റെ വാക്കുകൾ അല്പം കൂടി വ്യത്യാസമുണ്ട്. അവൻ പറയുകയാണ്, ദാവീദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. അപ്പോൾ ജനം പറഞ്ഞത് അപ്പാടി എടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നില്ല ഇവനെന്ന് സാരം. നമ്മൾ പലപ്പോഴും ആരെന്ത് പറഞ്ഞോ അത് കേട്ടിട്ട് അതിൻ്റെ കൂടെ കുറച്ച് മസാലയൊക്കെ നമ്മൾ കയറ്റിയിട്ട് നമ്മുടേതായിട്ടൊരു കഥയാക്കും. ഇവിടെ അവൻ അതിനപ്പുറത്തേക്ക്, അവൻ കേട്ടതിനപ്പുറത്തേക്ക് അന്ധമായ കണ്ണ് വെച്ചുകൊണ്ട് അവൻ്റെ അകക്കണ്ണ് തുറന്ന് നോക്കിയെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നസ്രായനായ യേശു എന്ന പ്രയോഗത്തിനേക്കാൾ കുറച്ചുകൂടി ആധ്യാത്മികത നിറഞ്ഞ പ്രയോഗമാണ് ദാവീദിൻ്റെ പുത്ര എന്നുള്ള പ്രയോഗം. കാരണം അത് ചരിത്രപരമായ ക്രിസ്തുവിൻ്റെ അസ്തിത്വത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗമാണ്. നസ്രായൻ എന്നത് ഒരു നാടിൻ്റെമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ
ഇതല്പം കൂടിയും ഗൗരവത്തിലാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ കണ്ടതിനേക്കാൾ കൂടുതൽ കണ്ടവനാണ് ഈ അന്ധനെന്ന് വരുന്നു എന്ന് സാരം. അപ്പോൾ ഇവൻ ദാവീദിൻ്റെ പുത്ര യേശുവേ എന്നിൽ കനിയണമേ എന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദരായിരിക്കാൻ പറഞ്ഞു. എന്താണ് മുമ്പേ പോകുക എന്ന് വെച്ചാൽ അർത്ഥം? മുമ്പേ പോവുക എന്ന് വെച്ചാൽ അതിക്രമിച്ചു പോവുക എന്ന് തന്നെയാണ് അർത്ഥം. അത് ദൈവത്തിന് മുന്നേ പോകുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ ഈ മുന്നേ പോകാനുള്ള വെപ്രാളം വലിയ തെറ്റുകൾ വരുത്തുന്നതാണ്. ബൈബിളിലുടനീളം ഈ മുന്നേ പോയവരുടെ കഥയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അങ്ങനെ മുന്നേ പോയവരുടെ കഥയിലൊക്കെ തെറ്റുപറ്റുന്നവരായിട്ടാണ് കാണുന്നത്. അന്ത്യത്താഴ വേളയിൽ മുന്നേ പോകുന്ന ഒരുത്തനുണ്ടല്ലോ, വിരുന്നുപേക്ഷിച്ച് മുന്നേ പോയവൻ, ഒറ്റുകൊടുക്കാൻ പോയവൻ. മുന്നേ പോകുന്ന ഒരുപാട് പേരുടെ ചരിത്രങ്ങൾ, ക്രിസ്തുവിന് മുന്നേ പോകാൻ ശ്രമിക്കുന്നവരുടെ ചരിത്രങ്ങൾ ബൈബിളിലുടനീളം നമ്മൾ കാണുന്നുണ്ട്. ബൈബിളിൽ മാത്രമല്ല, ക്രിസ്തുവിന് മുന്നേ പോകാനായിട്ട് സഭയിലെ വിശ്വാസികളും സഭാ നേതൃത്വവും ഒക്കെ പരിശ്രമിക്കുന്നു എന്നത് തന്നെയാണ് സഭയുടെ ഉത്തരാധുനിക കാലഘട്ടത്തിൻ്റെ അപജയങ്ങളും എന്ന് നമ്മൾ മറക്കാതിരിക്കണം. ക്രിസ്തുവിന് മുന്നേ പോകുക എന്നത് അപകടം പിടിച്ചതാണ്. ക്രിസ്തുവിന് മുന്നേ പോകുന്നവൻ ചിന്തിക്കുന്നത് മാനുഷികമായിട്ടാണ്. അവൻ മിണ്ടാതിരിക്കാനാണ് പറഞ്ഞത്. അവൻ ഒരുപാട് പേരെ, ക്രിസ്തുവിന് മുന്നേ പോകുന്നവരൊക്കെയും കുറേ പേരെ സൈലൻ്റ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവന് മാത്രമേ സംസാരിക്കാൻ അവകാശമുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നവരാ. മുന്നേ പോകുന്നവരെ, ക്രിസ്തുവിന് മുന്നേ പോകുന്നവരെ ഒന്ന് സൂക്ഷിച്ച് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. അവരുടെ വാക്ക് ചെവി കൊടുക്കാത്തവരാണ് ആധ്യാത്മിക രംഗത്ത് യഥാർത്ഥ ആത്മീയത ഉള്ളവരെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭൗതിക നേതൃത്വത്തിനപ്പുറത്തേക്ക് ആത്മീയ നേതൃത്വത്തിൻ്റെ നിലപാട് നേരെ മറിച്ചാണ്. ഈ മനുഷ്യർ ഇവനെ ശാസിച്ചു, ശകാരിച്ചു എന്നാണ് വചനം കൃത്യമായിട്ട് പറയുക. നിശബ്ദരായിരിക്കാൻ പറഞ്ഞ് ശകാരിച്ചു. ഇങ്ങനെയുള്ള കുറേ ശകാരങ്ങൾ അത് ഈ മുമ്പേ പോകുന്ന ഈ ഉത്തരാധുനിക കാലഘട്ടത്തിൻ്റെ മാധ്യമങ്ങളായിക്കോട്ടെ, പരസ്യങ്ങളായിക്കോട്ടെ, വിമർശനങ്ങളായിക്കോട്ടെ, ഒറ്റുകൊടുക്കലായിക്കോട്ടെ, ആക്ഷേപങ്ങളായിക്കോട്ടെ, കഥകളറക്കലായിക്കോട്ടെ, ഇതൊക്കെയും മുന്നേ പോകാനുള്ള വെപ്രാളത്തിൽ ഇടുന്ന പോസ്റ്റുകളോ വെപ്രാളത്തിൽ കാണിക്കുന്ന കോപ്രായങ്ങളോ എന്തും ആയിക്കോട്ടെ, എനിക്ക് മാത്രമേ സംസാരിക്കാൻ അവകാശമുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ മിണ്ടാതിരുന്നോളണം എന്നുള്ള ശൈലിയിലുള്ളവരാണ് എന്ന് നമ്മൾ മറക്കാതിരിക്കുക. പക്ഷേ ഈ അന്ധനായ മനുഷ്യൻ എന്താ ചെയ്തത്? അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്നാ പറയാം. നമ്മൾ ആധ്യാത്മിക രംഗത്ത് പ്രാർത്ഥനയ്ക്ക്, വിശ്വാസത്തിന്, കുമ്പസാരത്തിന്, വിശുദ്ധ ബലി അർപ്പണത്തിന് ഒക്കെ പോകുമ്പോൾ ക്രിസ്തുവിന് മുന്നേ ചാടിപ്പോകുന്ന കുറേ പേര്, ദൈവത്തേക്കാൾ വലിയവരാണ് എന്ന് വിചാരിക്കുന്ന ചിലർ നമ്മളെ തടയാൻ നോക്കും. ഇപ്പോൾ പള്ളിയിൽ പോകേണ്ട കാര്യത്തിനുള്ള, ഇതിനും പ്രാർത്ഥിക്കേണ്ട കാര്യത്തിനുള്ള അങ്ങനെ കുറേ ന്യായീകരണങ്ങൾ ഒക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷേ ആത്മീയത ഉള്ളവൻ ഈ തടസ്സങ്ങൾക്കപ്പുറത്തേക്ക് കൂടുതൽ തീക്ഷ്ണതയോടുകൂടി കരഞ്ഞ് അപേക്ഷിക്കേണ്ട കാലമാണ് ഇതെന്നുള്ളത്. അപ്പം ഈ കൊറോണ പോലും അത്തരത്തിൽ ഒരു തടസ്സം സൃഷ്ടിക്കപ്പെടുമ്പോൾ കൂടുതൽ കരഞ്ഞപേക്ഷിക്കേണ്ട കാലമാണ് എന്ന് ഈ കാലത്തെ നമ്മൾ അടയാളപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് എൻ്റെ വിചാരം. അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ച് കരഞ്ഞ് അപേക്ഷിക്കുകയാണ്. യേശു അവിടെ നിന്നു എന്നാണ് പറയുക. യാത്രികനായ ക്രിസ്തു അവൻ്റെ യാത്ര അവിടെ നിർത്തി എന്നാണ്. നിൻ്റെ കരച്ചിലിൽ കർത്താവിൻ്റെ വഴി മുടക്കാനായിട്ട് അത്രയും തീക്ഷ്ണത ഉണ്ടാകണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിൻ്റെ കരച്ചിൽ കർത്താവിൻ്റെ വഴി മുടക്കുന്ന കരച്ചിലാകണം. അത്രയും തീക്ഷ്ണതയോടുകൂടി നീ കരയേണ്ടതുണ്ട് എന്നൊരു പാഠം കൂടി ഈ അന്ധനായ മനുഷ്യൻ നമുക്ക് തരുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ ക്രിസ്തു ഇവനെ അന്വേഷിച്ച് പോകുന്നില്ല. കാരണം ക്രിസ്തുവിൻ്റെ ലക്ഷ്യം ഇവനല്ല. മാത്രമല്ല, ക്രിസ്തു പലപ്പോഴും അത്ഭുതങ്ങളും അടയാളങ്ങളും മരിച്ചെടുത്തും രോഗികളുടെയും ഒക്കെ വീടുകളിൽ പോയി ചെയ്തു കൊടുത്തവനാണ്. പക്ഷേ ഇവിടെ ക്രിസ്തു അങ്ങോട്ട് പോകുന്നില്ല. ആ അന്ധനായ മനുഷ്യനെ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് പറഞ്ഞത്. അതെന്തിനായിരിക്കും?
വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ മുമ്പേ പോയിക്കൊണ്ടിരിക്കുന്നവർ കാണണം, തിരിച്ചറിയണം, ചില തിരുത്തലുകൾ ആവശ്യമാണ് എന്ന്. അതുകൊണ്ടാണ് ഈ അന്ധനായ മനുഷ്യനോട് ക്രിസ്തു അവനെ ഇവിടെ കൊണ്ടുവരാനായിട്ട് അവനെ ഇവിടെ കൊണ്ടുവരിക എന്ന് പറയുന്നു. എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, ഞാൻ എന്തു ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? എന്തിനാണ് ആ ചോദ്യം? എന്തിനാണ് ആ ചോദ്യം? ആ ചോദ്യം അവിടെ ഇരിക്കുന്നത്, അന്ധനായ മനുഷ്യൻ അവിടെ ഇരുന്നത് ഭിക്ഷയാചിക്കാനാണ്. ഭിക്ഷയാണ്, സമ്പത്താണ് അവന് വേണ്ടതെങ്കിൽ ഈശോ അത് കൊടുക്കാൻ തയ്യാറില്ലെന്ന് സാരം. ഈശോ അത് കൊടുക്കാൻ തയ്യാറില്ല. യേശു എന്താണോ കൊടുക്കാനായിട്ട് കടപ്പെട്ടത് അതേ കൊടുക്കുള്ളൂ. നമുക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ദൈവം നിനക്ക് ചെയ്തു തരേണ്ടത് ഏതാണ്? ഇതിനെക്കുറിച്ചൊരു വിവേകവും നമ്മൾ പരിചയപ്പെടുത്തിയെടുക്കേണ്ടത്. നിനക്ക് ആരോഗ്യം ആവശ്യമുണ്ടാവും, നിനക്ക് കാശ് ആവശ്യമുണ്ടാവും, ജോലി ആവശ്യമുണ്ടാവും, നല്ല കൂട്ടുകെട്ട് ആവശ്യമുണ്ടാവും, നല്ല ബന്ധങ്ങൾ ആവശ്യമുണ്ടാവും, നിനക്കൊരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ടാകും. ഇതിൻ്റെ അകത്ത് ദൈവം മാത്രം ഇടപെട്ട് ചെയ്തു തരണമെന്ന് നീ വിചാരിക്കുന്നത് എന്താ? അതിനെക്കുറിച്ച് ഒരവബോധം നീ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അത് വളരെ പ്രസ്പഷ്ടമായിട്ട് ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മൾ അവതരിപ്പിക്കേണ്ടതുമുണ്ട് എന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അവൻ കൃത്യമായിട്ട് പറയുകയാണ്, എനിക്ക് പൈസയല്ല വേണ്ടത്, എനിക്ക് നിൻ്റെ അടുത്തുനിന്ന് വേണ്ടത് കാഴ്ചയാണ്. പിന്നെ ക്രിസ്തു ഒരു നിമിഷം നമ്മൾ കളയുന്നില്ല. ഉടനെ ക്രിസ്തു പറയുകയാണ്, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഈ ബൈബിളിൽ പലപ്പോഴും വിശ്വാസം, അല്പവിശ്വാസം, രക്ഷപ്പെടുത്തുന്ന വിശ്വാസം, ഇങ്ങനെ പല ടൈപ്പ് വിശ്വാസമുണ്ട്. നമ്മളൊക്കെ വിശ്വാസികളാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസം എത്തരത്തിലുള്ളതാണ് എന്നൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. അല്പവിശ്വാസമാണോ, ഉറച്ച വിശ്വാസമാണോ, തെറ്റായ വിശ്വാസമാണോ, രക്ഷപ്പെടുത്തുന്ന വിശ്വാസമാണോ, ആഴമായ വിശ്വാസമാണോ? ഇതൊക്കെയും വ്യത്യസ്തമായ അർത്ഥധ്വനികളുള്ളതാണ്. നമ്മുടെ വിശ്വാസം എത്തരത്തിലുള്ളതാണ് എന്ന് നോക്കേണ്ടതുണ്ട്. ക്രിസ്തുവിനോട് ചേർന്നുള്ളവൻ്റെ വിശ്വാസം രക്ഷപ്പെടുത്തുന്ന വിശ്വാസം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ വിശ്വാസം എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചിന്തനീയമായ കാര്യം. എൻ്റെ വിശ്വാസം എന്നെ രക്ഷപ്പെടുത്തേണ്ടതാണ്, രക്ഷിച്ചിരിക്കേണ്ടതാണ് എന്ന് സാരം. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി. സൂക്ഷിച്ചു നോക്കിയേ, അവൻ്റെ വിശ്വാസം അവന് രക്ഷയായിട്ട് മാറി. ആ രക്ഷ അറിഞ്ഞ നിമിഷം അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക മാത്രമല്ല, അവൻ ഈ യേശുവിൻ്റെ പിറകെ ശിഷ്യനായിട്ട് പോവുകയും ചെയ്യാണ്. മുമ്പേ പോയിരുന്ന ഒരു വർഗത്തെ നമ്മൾ നേരത്തെ കണ്ടു. ഈ മുമ്പേ പോയിരുന്നവർക്ക് എന്ത് മാറ്റം ഉണ്ടായി? അത് നമ്മൾ സൂക്ഷിച്ച് വീക്ഷിക്കണം. ഇത് കണ്ട് അവർ ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വിഭാഗം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വിഭാഗം, രക്ഷാകരമായ വിശ്വാസമുള്ളവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനാണ്. അല്ലാത്തവർ കണ്ടും കേട്ടുമൊക്കെ നടക്കുന്നവർ സ്തുതിച്ചു പോണവരാ. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി പോകുന്നവനാണോ, ഞാൻ ദൈവത്തെ സ്തുതിച്ചു പോകുന്നവനാണോ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു പോകുന്നവനാണോ? ഈ അന്ധനായ മനുഷ്യൻ നമ്മിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വളരെ ആഴമായ ബോധ്യങ്ങളിലുള്ള മാറ്റമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം അവിടെയും ഇവിടെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടത് അല്ല. നസ്രായനായ യേശു എന്ന് പറഞ്ഞു കേട്ടതല്ല അവൻ്റെ വിശ്വാസം. അവൻ്റെ വിശ്വാസം രക്ഷകനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലാണ്. ഒപ്പം തന്നെ അവൻ്റെ ആ വിശ്വാസം അവനെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവൻ ആ വിശ്വാസത്തെ പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. അവൻ യേശുവിൻ്റെ പിറകെ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. ഈ വക ധാരണകളുമായിട്ട് നമ്മുടെ വിശ്വാസത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനായിട്ടുള്ള കൃപ യാചിച്ചുകൊണ്ട്